ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്നയി ദേവധാരീ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഃ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതി വിരുരുജേ കില വർഷവേല. അല്ലയോ ആനന്ദസ്വരൂപനായ ഭഗവൻ, അങ്ങയുടെ അവതാരം അടുത്തിരിക്കുന്ന സമയത്തിൽ തേജോമയനായ അങ്ങയുടെ ശരീരത്തിൽ നിന്നുത്ഭവിക്കുന്ന ശോഭയുടെ സമൂഹങ്ങളോ എന്ന് സംശയം തോന്നിക്കുന്ന മേഘജാലങ്ങളാൽ ആകാശത്തെ മറച്ചുകൊണ്ടുള്ള വർഷത്തു പ്രകാശിച്ചുവല്ലോ. ആശാസു ശീതളതരാസു പയോധതോയൈഃ ആശാസിതാപ്തി വിവശേഷു സജ്ജനേഷു നൈശാഗരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാബഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ദിക്കുകളെല്ലാം മേഘം പൊഴിക്കുന്ന ജലം കൊണ്ട് തണുപ്പുള്ളതായിരിക്കെ സജ്ജനങ്ങളും ആഗ്രഹിക്കപ്പെട്ടത് സിദ്ധിക്കുക നിമിത്തം ആനന്ദപരവശരായിരിക്കെ അർദ്ധരാത്രി സമയത്ത് ചന്ദ്രൻ ഉദിച്ചു പൊങ്ങിയ അവസരത്തിൽ 3 ലോകങ്ങളുടെയും സകല ദുഃഖങ്ങളും നശിപ്പിക്കുന്ന അങ്ങ് ഈ ഭൂമിയിൽ കൃഷ്ണസ്വരൂപിയായി ആവിർഭവിച്ചു. നാരായണ 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 കൃഷ്ണ നാരായണ. ബാല്യസ്പൃശാഭിവഭുഷാ ദദുഷാ വിഭൂതിഃ ഉദ്യത്കിരീടകടകാംഗദഹാരഭാസാ ശൃംഗാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂദികേഃ. ബാലഭാവം സ്ഫുരിക്കുന്നതെങ്കിലും ഐശ്വര്യങ്ങളെ ധരിച്ചിട്ടുള്ളതും പുറത്തേക്ക് ശോഭിക്കുന്ന കിരീടം, വളകൾ, അംഗങ്ങൾ, മുത്തുമാലകൾ എന്നിവയുടെ കാന്തിയോടുകൂടിയതും ശംഖം, ചക്രം, പത്മം, ഗദ എന്നിവയാൽ ശോഭിക്കുന്നതും മേഘത്തിൻ്റെ ശ്യാമവർണ്ണം കലർന്നതുമായ ശരീരം കൊണ്ട് പ്രസവഗൃഹത്തിൽ അങ്ങ് ശോഭിച്ചു. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിതകടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഗലകംസകൃതാമലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. അല്ലയോ വസുദേവപുത്രനായ ഭഗവൻ, മാറിടത്തിൽ സുഖമായി ലയിച്ചു വിലസുന്ന മഹാലക്ഷ്മിയുടെ ലജ്ജയോടുകൂടിയുള്ള കടക്കണ്ണോട്ടങ്ങളുടെ വിശേഷതകൾ കൊണ്ട് ആ സൂതികാഗൃഹത്തിൽ നിന്ന് ദുഷ്ടനായ കംസനാൽ ഉണ്ടാക്കപ്പെട്ട അശ്രീകരങ്ങളെ മാച്ചുകളയുവാൻ ശ്രമിക്കുന്നവനോ എന്ന് തോന്നുമാറ് അങ്ങ് വിരാജിച്ചു. ശൗരിസ്തുധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാർദ്രഃ തുഷ്ടാവദൃഷ്ടിമകരന്ധരസംഭവന്തം. ശൂരസേനപുത്രനായ വസുദേവരാകട്ടെ ധീരന്മാരായ മഹർഷിമാരുടെ മനസ്സിനുപോലും ദൂരെ സ്ഥിതി ചെയ്യുന്നതായ അങ്ങയുടെ ശരീരത്തെ തൻ്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ട് കണ്ണുകൾക്ക് പൂന്തേനായ അങ്ങയെ ആനന്ദം കൊണ്ടുണ്ടായ കണ്ണുനീർ, രോമാഞ്ചം, തൊണ്ടയിടർച്ച ഇവകൾ ചേർന്നതായി സ്തുതിച്ചു. ദേവപ്രസീത പരപുരുഷതാപവല്ലീ നിർലൂനദാത്ര സമനേത്ര കലാവിലാസിൻ ഗേധാനപാ ഗുരുകൃപാ ഗുരുഭിക്കടാക്ഷൈഃ ഇത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂഃ. അല്ലയോ പുരുഷോത്തമ, താപങ്ങളാകുന്ന വള്ളികളെ ഛേദിക്കുന്നതിനുള്ള കത്തി പോലെ ശോഭിക്കുന്ന കണ്ണുകളുടെ ലീല കൊണ്ട് ശോഭിക്കുന്നവനെ അങ്ങ് പ്രസാദിച്ചാലും, അല്ലയോ ദേവ, കരുണയേറിയ കടാക്ഷങ്ങളെ കൊണ്ട് ക്ലേശങ്ങളെ നീക്കം ചെയ്യണമേ എന്നു തുടങ്ങി സന്തുഷ്ടനായ ആ വസുദേവനാൽ വളരെ നേരം അങ്ങ് സ്തുതിക്കപ്പെട്ടവനായി തീർന്നു. മാത്രാജനേത്ര സലിലാസ്തൃതഗാത്രവല്യ
സ്തോത്രൈരഭിഷ്ടുതഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിതമാനുഷബാലവേഷം. ആനന്ദബാഷ്പം കൊണ്ട് മൂടിയ മനോഹരമായ ശരീരത്തോടുകൂടിയ മാതാവായ ദേവകിയാലും സ്തോത്രങ്ങൾ കൊണ്ട് നന്നായി സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയവനും കരുണാസമുദ്രവുമായ അങ്ങ് മാതാപിതാക്കന്മാരോടായി മുമ്പുണ്ടായിരുന്ന 2 ജന്മങ്ങളെപ്പറ്റി ബോധമുണ്ടാക്കി കൊടുത്തിട്ട് അമ്മയുടെ വാക്കനുസരിച്ച് മനുഷ്യശിശുവിൻ്റെ രൂപത്തെ ധരിച്ചു. ത്വത്പ്രേരിതസ്തതനു നന്ദതനു ജയാതേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനുഃ ത്വാം ഹസ്തയോരധിതചിത്തവിധാര്യമാര്യൈഃ അംബോരുഹസ്തകളഹംസകിശോരരമ്യം. അനന്തരം അങ്ങയാൽ പ്രേരിതനായ ആ വസുദേവൻ നന്ദഗോപരുടെ പുത്രിയുമായി മാറ്റിക്കിടത്തുവാനായി ശ്രേഷ്ഠജനങ്ങളാൽ ഹൃദയകമലത്തിൽ ധരിക്കപ്പെടേണ്ടവനായ അങ്ങയെ താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന കളഹംസ ശിശു എന്ന പോലെ മനോഹരമാകും വണ്ണം കൈകളിൽ ഏറ്റെടുത്തു. ജാതാ തഥാ പശുപസത്മനിയോഗനിദ്രാ നിദ്രാവിമുദ്രിതമധാകൃതപൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈദ്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. പിന്നീടപ്പോൾ നന്ദഗോപരുടെ ഗൃഹത്തിൽ ജനിച്ച യോഗനിദ്രാസ്വരൂപിണിയായ മായ അങ്ങയുടെ പ്രേരണ മൂലമായി തന്നെ പുരവാസികളെയെല്ലാം ഉറക്കത്താൽ നിശ്ചേഷ്ടരാക്കി തീർത്തു. ഇതിൽ എന്താണ് അത്ഭുതമായിട്ടുള്ളത് എന്തെന്നാൽ ഭദ്രമായി ബന്ധിക്കപ്പെട്ട ചേതനയില്ലാത്ത വാതിലുകൾ പോലും താനേ തുറക്കപ്പെടുകയുണ്ടായി. ശേഷേണ ഭൂരിഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോമണിദ്വീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. അനന്തരം അനേകമുള്ള ഫണങ്ങളെ കൊണ്ട് മഴവെള്ളം തടഞ്ഞു നിർത്തിയവനായ ആദിശേഷനാൽ രത്നങ്ങളുടെ പ്രഭ കൊണ്ടു വേണ്ട പോലെ വഴി കാണിക്കപ്പെട്ടവനും അത്യന്തം ഭാഗ്യശാലിയുമായ വസുദേവൻ അങ്ങയെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഹേ ജഗതീശ്വര, അങ്ങന്റെ രോഗശക്തിയെ നശിപ്പിക്കണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.